നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ്. പത്തനാപുരം പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. കലിങ്കിൽ ലോറി കുടുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പ്ലാസ്റ്റിക് പിറക്കുന്നതിനെ ചൊല്ലി തർക്കം. ഒരാൾക്ക് കുത്തേറ്റു. കൊട്ടാരക്കര സ്വദേശിക്കാണ് കുത്തേറ്റത്. സംഭവം ഓച്ചിറയിൽ. പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പൗരത്രികം പുരസ്കാരം കഥകളി നടൻ ഫാക്ട് മോഹനന്. ഗീതാ സാരസ്വതം പുരസ്കാരം ഡോക്ടർ രാജശേഖരൻ പി വൈക്കത്തിനും വദനശ്രീ പുരസ്കാരം തിരുവല്ല ജയശങ്കറിനും സമ്മാനിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. കൃഷ്ണപുരം സൗത്ത്, നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വേട്ട നടത്തുകയാണെന്നും ആരോപിച്ചാണ് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയുമാണ് കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്ത് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം സൗത്ത്, നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ തെരുവ്. KPCC സെക്രട്ടറി N രവി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പോലീസിന്റെയും അവിടുത്തെ ലോക്കൽ പോലീസിന്റെയും സാന്നിധ്യത്തിൽ അവരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ബജറംഗ് ഗുണ്ടകളും പ്രവർത്തകരുമാണ് അവർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് അവര് മതപരിവർത്തനം നടത്താൻ വന്നവരാണ് എന്ന കള്ളക്കേസ് ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികളായ മുഴുവൻ ആളുകളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പാർലമെന്റിൽ 2 ദിവസങ്ങളിലായി UDFന്റെ മുഴുവൻ MPമാരും LDFന്റെ മെമ്പർമാരും ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരും വളരെ ശക്തമായ സമ്മർദ്ദവും പ്രതിഷേധവും പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് അക്ഷരം പാർലമെന്റിൽ മിണ്ടുവാൻ തയ്യാറായി. മണ്ഡലം പ്രസിഡന്റ് K പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. അതിനുശേഷമാണ് കായംകുളത്തെ പരിപാടിക്ക് ശേഷമാണ് ഇവിടെ കൃഷ്ണപുരത്തെ 2 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ അതിന്റെ നേതൃത്വത്തിൽ ഈ കാപ്പിൽ കുറ്റിപ്പുറം പ്രദേശത്ത് എക്കാലത്തും മതേതര പാരമ്പര്യം ഉയർത്തിക്കാട്ടിയിട്ടുള്ള കൃഷ്ണപുരത്തിന്റെ ഹൃദയഭൂമിയായ നിരവധി രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ജനാധിപത്യ വിശ്വാസത്തിന് അടിത്തറമാകുകയും ചെയ്ത മതേതര മൂല്യങ്ങൾ എക്കാലവും ഉയർത്തിപ്പിടിച്ച പള്ളിയും അമ്പലവും അതുപോലെ മോസ്കും അടക്കമുള്ള ആരാധനാലയങ്ങൾ യാതൊരുവിധമായ പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ കാപ്പിൽ കുറ്റിപ്പുറം ചന്തയിൽ നമ്മൾ ഈ പ്രതിഷേധ സംഗമം കോൺഗ്രസിന്റെ K നാസർ സ്വാഗതം പറഞ്ഞു. കായംകുളം സൗത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി സമര സന്ദേശ പ്രഭാഷണം നടത്തി. തണ്ടളിത്ത് മുരളി, അഡ്വക്കേറ്റ് അൻസാരി, അഡ്വക്കേറ്റ് അൻഷാദ് കോശി, KP ശിവദാസ്, മഞ്ജു ജഗദീഷ്, ആശാരാജ്, ശിവലാൽ, കുഞ്ഞുമോൻ, ബദർ, രഞ്ജിത്ത്, റഹിയ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് കേരഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ചവറ ഗ്രാമപഞ്ചായത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു.
നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക, വിലത്തകർച്ചയും രോഗകീടാക്രമണവും മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് കൈത്താങ്ങാകുക എന്നീ ലക്ഷ്യത്തോടുകൂടിയാണ് കേരഗ്രാമം പദ്ധതിക്ക് ചവറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. ചവറ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ബീഹാറിൽ നിന്ന് ആള് വരണം. മത്സ്യത്തൊഴിലാളികൾ 85% ഇന്ന് ബംഗാളിലും ആസാമിൽ നമ്മൾ ബംഗാളി എന്ന് പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവരാണ്. നമ്മുടെ തെങ്ങ് കയറുന്ന ഈ ഇതേപോലെ കോക്കനട്ട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് പേര് യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നുണ്ടല്ലേ, അവർ വന്ന് കയറിയാൽ മാത്രമേ നമുക്കും തേങ്ങ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. അത് നമുക്ക് ആദായകരമായി വരത്തില്ല. അവർ 5 തെങ്ങ് കയറുന്നതിന് അല്ലെങ്കിൽ 10 തെങ്ങ് കയറുന്നതിന് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ മടിക്കും, അത് വേണ്ട എന്ന് പറയും. അപ്പൊ അതിൽ നിന്നും മാറി നമ്മൾ സ്വയം തൊഴിലായിട്ട് തന്നെയല്ല, നമ്മൾ ദിവസവും ചെയ്യേണ്ട ഒരു എക്സസൈസ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. തെങ്ങിൽ കയറാൻ നമ്മൾ സ്വയം പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ഇങ്ങനെയുള്ള പുതിയ മെഷീനറികളുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, നമ്മുടെ കൃഷി വകുപ്പിന്റെ പുതിയ പേരാണ്. ആ വകുപ്പ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കൃഷി ആര് ചെയ്യും? കൃഷിയിലേക്ക് ജനങ്ങളെ താല്പര്യപ്പെടുത്തുക, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള മിഷനറികൾ നൽകുക. നമ്മൾ തെങ്ങ് കയറാതെ തന്നെ തേങ്ങ അടക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനുള്ള ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെ കൂടുതൽ മെക്കനൈസ് ചെയ്തുകൊണ്ട് അനായാസേന നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായി മാറുക. അത് ചെയ്യാനുള്ള താല്പര്യം ആ ഓരോ വീടുകളിലെ ഓരോ വ്യക്തികളിലേക്കും താല്പര്യമുണ്ട്. അവനവന്റെ വീട്ടിൽ പുരയിടത്ത് നിൽക്കുന്ന തെങ്ങും ഒക്കെ പരിപാലിക്കാൻ അവനവൻ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ വന്നാൽ മാത്രമേ ഈ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം പദ്ധതി വിശദീകരിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, കുറ്റിയിൽ ലത്തീഫ്, S വിജിമോൾ, S സോഫിദ, C രതീഷ്, R ജിജി, പ്രിയ ഷിനു, മനോജ് B ശശികുമാർ, K ബാബു, C സോമൻ നായർ, ഷിജിന N തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ തടങ്കലിൽ വെച്ചതിനെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഭരണിക്കാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യൻ ചാരിറ്റിയും കന്യാസ്ത്രീ സമൂഹവുമൊക്കെ ഈ രാജ്യത്ത് മാടി വിളിക്കുന്ന പാവപ്പെട്ടവനെ നെഞ്ചിലേറ്റുന്ന കൂടെ നിർത്തുന്ന പ്രസ്ഥാനമാണ് കന്യാസ്ത്രീ സമൂഹമെങ്കിൽ ഉഷാലയം ശിവരാജൻ, ജോസ് മത്തായി, ഇഞ്ചക്കാട് രാജൻ, അനിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ CPI രംഗത്ത്. അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം തിരുത്തണമെന്നാവശ്യപ്പെട്ട് CPI ശാസ്താംകോട്ട കിഴക്ക് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. CPI സിന്ദാബാദ്, CPI സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം, CPIയുടെ പ്രതിഷേധം, CPIയുടെ പ്രതിഷേധം, ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരം പിൻവലിക്കുക, ഭരണിക്കാവ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുക. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് CPI ശാസ്താംകോട്ട കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. യാത്രക്കാർക്ക് സുരക്ഷിതമായി കയറി നിൽക്കാൻ പോലുമുള്ള സൗകര്യമില്ല. ഭരണിക്കാവ് ജംഗ്ഷനിലെ സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും അനുവദിക്കാതെയാണ് പരിഷ്കാരം. ഇതുമൂലം വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും CPI ചൂണ്ടിക്കാട്ടി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S രാഘവൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ട്രാഫിക് പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മന്ദീകരിക്കുന്നതിന് ശ്രമിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു പരിഷ്കാരത്തിനും നമ്മളെതിരല്ല. ഒരു പ്രദേശത്ത് ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ
അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാകരുത്. ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഒരു ജനകീയ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ജനകീയ ഭരണസമിതി തീർത്തും ഒരു തീരുമാനമെടുക്കുന്നത്, പരിഷ്കാരം ഏർപ്പെടുത്തുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ ഭരണിക്കാവ് ജംഗ്ഷനിൽ ഒരു ബസ്സുകളും നിർത്തി ആളെ എടുക്കാനോ ആളെ ഇറക്കാനോ പാടില്ല. നേതാക്കളായ എ സലീം, ഡി ശ്രീകുമാർ, ബാലചന്ദ്രൻപിള്ള, ശശിധരൻപിള്ള, മോഹനൻപിള്ള, ഗോപാലകൃഷ്ണൻ, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. രാജ്യത്തെ പ്രധാനമന്ത്രി പറയുന്ന വർത്തമാനങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെന്ന് CR മഹേഷ് MLA. കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചും ആൾക്കൂട്ട വിചാരണയ്ക്കെതിരെയും ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ തെരുവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന വർത്തമാനങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം. വിഘടനവാദികൾ നിയമം കയ്യിലെടുക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയാണെന്നും CR മഹേഷ് MLA കുറ്റപ്പെടുത്തി. അങ്ങനെ ജനിച്ചിട്ടും നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ ഒന്നും അനുഭവിക്കാതെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യന്റെ ജന്മം തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ പോലും കുടുംബജീവിതത്തിലേക്ക് തിരികെ വരാതെ ചിന്തിക്കാതെ ദൈവത്തിന്റെ മണവാട്ടികളായി, ദൈവത്തിന്റെ ദാസിമാരായി, ദൈവത്തിന്റെ ശുശ്രൂഷകരായി ഒരു ജന്മം ഏറ്റവും പവിത്രമായ, സുന്ദരമായ, മനോഹരമായ മനുഷ്യജന്മം മാറ്റിവെച്ചിട്ടുള്ള കന്യാസ്ത്രീ സമൂഹം ഒരു മാലാഖ കൊടുക്കുന്ന സാന്ത്വനം പോലെ, ദൈവം പ്രത്യക്ഷപ്പെട്ട് ആശ്വസിപ്പിക്കുന്നത് പോലെ എല്ലാവരും അകറ്റപ്പെട്ട, വെറുക്കപ്പെട്ട, കുഷ്ഠരോഗികളായിട്ടുള്ള സമൂഹത്തിന് ആശ്വാസം പകർന്ന മദർ തെരേസ എന്ന ജീവകാരുണ്യത്തിന്റെ സമാനതകളില്ലാത്ത പര്യായമായിട്ടുള്ള അവർ ഒരു കന്യാസ്ത്രീയായി. ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് തന്നെ അതിന് കൂട്ടുനിൽക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി. MS ഷൗക്കത്ത്, ഓച്ചിറ താഹ, KK സുനിൽകുമാർ, നീലുകുളം സദാനന്ദൻ, അൻസാറെ മലബാർ, SM ഇക്ബാൽ, KS പുരം സുധീർ, നീലുകുളം രാജു, അയ്യാണിക്കൽ മജീദ്, കയ്യാലത്തറ ഹരിദാസ്, അബ്ദുൽ സലാം, KN പത്മനാഭപിള്ള, റിയാസ് റഷീദ്, അറുമുഖൻ, ഷീബ ബാബു, മഹർഖാൻ ചേന്തല്ലൂർ, K മോഹനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊല്ലം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ BJP സർക്കാർ ജയിലിലടച്ച കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നുമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. താലൂക്ക് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ BJP സർക്കാർ ജയിലിലടച്ച കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം സംഘടിപ്പിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളെടുത്തുകൊണ്ട് ലോകത്ത് പല രാജ്യങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലുള്ള മോഡി, ആ മോഡിയും നമ്മുടെ രാജ്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരധാരയിൽ പറയുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവത്തിന് 3 ശത്രുക്കൾ ഈ രാജ്യത്തിനകത്തുണ്ട് എന്ന് പറയുന്നതിൽ കാണാം. അതിലൊന്ന് മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 കമ്മ്യൂണിസ്റ്റുകാർ. അവർ 3 ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് പറയുന്ന നിലയിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ എത്തിയിരിക്കുന്നതാണ്. അത് അംഗീകരിച്ചെടുക്കാൻ നമുക്കാവില്ല. നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചു വിടുന്നവരാണ്. നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ആ വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർക്ക് അതിൽ ജീവിക്കാനും വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന സാധ്യത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സാധ്യതയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലപാട് സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് ഈ രാജ്യത്തിന്റെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് സാധാരണക്കാർ സ്വീകരിക്കുന്നുണ്ട്.
നിരവധി സന്യാസിമാർ ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുത്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രസന്ന ഏണസ്റ്റ്, CPM ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, AAH കോൺഗ്രിഗേഷൻ പ്രതിനിധി സിസ്റ്റർ ആഗ്നസ് മേരി, ബിൻസി മേരി, റെജി മേരി, സ്നേഹ എന്നിവർ പങ്കെടുത്തു. പ്രകടനത്തിന് സുജാത രതികുമാർ, ദീപ തോമസ്, ഗിരിജ സുന്ദരൻ, ഷീബ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെന്മല ഡാം ജംഗ്ഷനിൽ കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ലോട്ടറി വ്യാപാരിയെ ആക്രമിച്ചതായി പരാതി. തമിഴ്നാട് അംബാസമുദ്രം സ്വദേശി മണ്ണാർ നായിഡുവാണ് സാമൂഹ്യവിരുദ്ധ ആക്രമണത്തിന് ഇരയായത്. 1 லட்சம் ரூபா வச்சுட்டு போனாலும் அவன் எடுக்க மாட்டான். கேட்டா மலையாளி பற்றி எந்த விதமான குறை கிடையாது. தமிழ்நாட்டுக்காரன் தான் ரொம்ப சேட்டை பண்ணுவான். തെന്മല ഡാം ജംഗ്ഷനിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ലോട്ടറി വ്യാപാരിയെയാണ് സാമൂഹ്യവിരുദ്ധർ ആക്രമിച്ചത്. തമിഴ്നാട് അംബാസമുദ്രം സ്വദേശി മണ്ണാർ നായിഡുവിനാണ് മർദ്ദനമേറ്റത്. ഡാം ജംഗ്ഷന് സമീപം പുറമ്പോക്കൽ താമസിക്കുന്ന 2 തമിഴ്നാട് സ്വദേശികളാണ് ഉറങ്ങിക്കിടന്ന് തന്നെ മർദ്ദിച്ചതെന്ന് മണ്ണാർ നായിഡു പറഞ്ഞു. 2 மணிக்கு வந்து முதுகில் அடிக்கவும் காலை பிடிச்சி இழுக்கவும் செம்பட்டி இலையை வச்சு தேய்க்கவும் இருக்கான். 2 பேர் மனோவர் பொண்ணு, இந்த 2 பேர் தான் அங்கே சளித்தனம் பண்ணலாம். தமிழ்நாட்டுக்காரன் தேய்ச்சி தான் செம்பட்டி அது காந்தது, தீயா காந்தது. அதான் போய் சொல்ல போனேன். இப்போ 4 நாளைக்கு முன்னிட்டு நேற்று வந்து ஆத்திரி காலை பிடிச்சி இழுத்து கண்ணத்தில் ஒரு அடி கொடுத்துட்டு அந்த அன்னைக்கு போயிட்டாங்க, ஓடிட்டான். நான் எந்திரிக்கக்குள்ளியும். ഇദ്ദേഹം പിന്നീട് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ 13 വർഷമായി പ്രദേശത്ത് ലോട്ടറി വിൽപ്പന നടത്തിവരുന്ന മണ്ണാർ നായിഡുവിനെ ഇതിനു മുമ്പും ഇവർ ആക്രമിച്ചിട്ടുണ്ട്. സംഭവത്തിൽ തെന്മല പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. ഇതേസമയം നിർമ്മാണം നടക്കുന്ന കലിങ്കിൽ ലോറി കുടുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെട്ടു. എങ്ങനെ വരും? അവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ മൊത്തം നാശം. അവിടെ 2.5 വർഷമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. രാവിലെ ടിപ്പർ ലോറി കലുങ്ക് നിർമ്മാണം നടക്കുന്ന പാലത്തിൽ കുടുങ്ങി വശത്തേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. 1 മാസം മുമ്പും സ്ഥലത്ത് തടി കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടായിരുന്നു. കോടികൾ ചെലവഴിക്കുന്ന റോഡ് നിർമ്മാണവും കലുങ്ക് നിർമ്മാണവും അശാസ്ത്രീയമാണെന്നും നിർമ്മാണം മന്ദഗതിയിലാണെന്നും വേഗത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ഹുനൈസ് PM സാഹിബ്, അഡ്വക്കേറ്റ് സാജു ഖാൻ, ബിനു കിരിക്കൽ, ഷൈജു പുന്നല എന്നിവർ പറഞ്ഞു. എന്നാൽ 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് 68 കോടി രൂപ കിഫ്ബിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ നടക്കുന്ന റോഡാണ് പുന്നല പത്തനാപുരം റോഡ് എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നിലവിൽ അലുമുക്ക് പുന്നല റോഡിലൂടെയും അതുപോലെ തന്നെ പത്തനാപുരം പുന്നല റോഡിലൂടെയും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് രാവിലെ തന്നെ കല്ലാമുട്ടം ഭാഗത്ത് കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വണ്ടി ഇടിഞ്ഞ് താഴ്ന്ന് മറിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. ഇത് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ കൃത്യമായി അവരുടെ അറിയിച്ചിട്ട് പോലും അവർ ഈ റോഡിൽ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തുവാൻ പോലും തയ്യാറാകുന്നില്ല. 6 വാർഡിലെ 15,000-ൽ പരം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പുന്നല എന്ന് പറയുന്നത്. പള്ളിമുക്കിൽ നിന്ന് തുടങ്ങി അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ് ഈ പുന്നലയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നാളിതുവരെയായിട്ടും ഗണേഷ് കുമാർ MLA ഈ റോഡിൽ തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറാകുന്നില്ല. ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. നിർമ്മാണ പ്രവർത്തനം 2023 ജനുവരിയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 6 മാസക്കാലം കൊണ്ട് ഞങ്ങൾക്ക് പണി പൂർത്തീകരിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് 2.5 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. തീർത്തും അശാസ്ത്രീയപരമായ അഴിമതി നിറഞ്ഞ ഒരു റോഡ് നിർമ്മാണമാണ് ഈ പുന്നല പത്തനാപുരം റോഡിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, KSRTC സർവീസ് നിർത്തിയിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ജീവിതം മൊത്തം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിച്ച് അടിയന്തരമായി തന്നെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ബസ് വിടണമെന്നും അതുപോലെ തന്നെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കരുതുമാണ് എനിക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ സമ്മേളനം മൈനാഗപ്പള്ളിയിൽ നടത്തി.
പ്രവാസികളുടെ അവകാശ സമരങ്ങൾക്ക് സമ്മേളനം രൂപം നൽകി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ സമ്മേളനമാണ് മൈനാഗപ്പള്ളി വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യക്തികളെ ഉള്ളവനില്ലാത്തവന് കൊടുക്കണം എന്നുള്ള തത്വത്തിൽ വിശ്വസിക്കുന്നത്, കൊടുത്തേ പറ്റൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ സമീപിച്ച് നമ്മൾ സഹായം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ജയലളിതയ്ക്ക് 40 വർഷത്തോളമായി ഇരിക്കുന്ന പലരും 2 വർഷത്തേക്കെന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇന്ന് പല പല ഘട്ടങ്ങളിലൂടെ കടന്ന് കുട്ടികൾ വളരട്ടെ, ഒരു സ്വന്തമായി വീടാകട്ടെ എന്ന് പോയത് പെങ്ങന്മാരെയൊക്കെ സഹോദരിമാരെ കെട്ടിച്ചയക്കാൻ, പിന്നെ അത്യാവശ്യം പ്രായമൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും വീട്ടുകാരെ നിർബന്ധിക്കത്തില്ല, പിന്നെ നമ്മൾ തന്നെ നിർബന്ധിച്ച് നമ്മളെ തന്നെ നിർബന്ധിച്ചാൽ കെട്ടും. പിന്നെ കെട്ടിക്കഴിഞ്ഞ് പാടായി ദുരിതമായി വീടുവെപ്പായി കുട്ടികളുടെ പഠിത്തമായി പിന്നെ കുഞ്ഞുങ്ങളുടെ കല്യാണം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും ഒരു വട്ട അസുഖമായി വന്നു നിൽക്കുന്നവരാണ് പ്രവാസികൾ. സ്വന്തം പട്ടാളക്കാരെ പോലെ സ്വന്തം ജീവിതം മറന്നുകൊണ്ട്, സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കഴിവുതിരി എന്നൊക്കെ നമ്മൾ താല്പര്യമായി ആലങ്കാരികമായിട്ടോ പറയാറുണ്ട്. അത് അർത്ഥവത്തായ കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് ജലാൽ മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഹസൻ കുഞ്ഞ് ക്ലാപ്പന സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന ആമുഖ പ്രസംഗം നടത്തി. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സലീം പള്ളിവിള വിഷയം അവതരിപ്പിച്ചു. സലാം സിത്താര, നാസർ ചിറ്റിമൂല, അഷ്റഫ് വടക്കേവിള, വർഗീസ് തരകൻ, വൈ ഷാജഹാൻ, PM സെയ്ദ, തോമസ് വൈദ്യൻ, രവി മൈനാഗപ്പള്ളി, തുണ്ടിൽ നൌഷാദ്, ഗീ വർഗീസ്, മടത്തിൽ സുബേറുകുട്ടി, അബ്ദുൽ സലീം അർത്തിയിൽ, അലക്സ് കൊട്ടാരക്കര, ഉണ്ണി പ്രാർത്ഥന, പ്രേംസൺ, വിജയൻ ബാവിസ്, സലാം പോരുവഴി, ശ്രീശൈലം ശിവൻപിള്ള, കമറുദ്ദീൻ തഴവ, സലീം തടത്തിൽ, AP ഷാഹുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്ലാസ്റ്റിക് പെറുക്കുന്നതിനെ ചൊല്ലി തർക്കം. ഒരാൾക്ക് കുത്തേറ്റു. കൊട്ടാരക്കര സ്വദേശിക്കാണ് കുത്തേറ്റത്. ഓച്ചിറ ക്ഷേത്ര പരിസരത്താണ് സംഭവം. പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കുന്നവർ തമ്മിലാണ് ഓച്ചിറയിൽ തർക്കമുണ്ടായത്. തർക്കത്തിനിടയിലാണ് 75-കാരന് കുത്തേറ്റത്. കട്ടപ്പന അയ്യപ്പൻ കോവിലിൽ പാലുവെയിലിൽ അപ്പുവും കൊട്ടാരക്കര സ്വദേശി 70-കാരനായ സോമരാജനും തമ്മിലായിരുന്നു തർക്കം. തർക്കത്തിനൊടുവിൽ അപ്പു കത്തി ഉപയോഗിച്ച് സോമരാജന്റെ കഴുത്തിന് കുത്തുകയായിരുന്നു. സാരമായി പരിക്കേറ്റ സോമരാജനെ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സോമരാജനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഓച്ചിറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓച്ചിറ ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂയപ്പള്ളിയിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങളിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ചാത്തന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂയപ്പള്ളിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം KPCC അംഗം നെടുങ്ങോലം രഘു ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലമായി ഞാനും നിങ്ങളും കാണുന്നതാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഭീകരമായ പ്രവർത്തനങ്ങൾ. അതിന് എന്തുകൊണ്ട് ഊട്ടയടച്ചാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ BJP ഗവൺമെന്റ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂരും അതുപോലെ കേരളത്തിലെ പല സ്ഥലത്തും ക്രിസ്തുമസും മറ്റും വന്നപ്പോൾ കേക്കുമായി വീട്ടിൽ പോയി. അവരോട് ബഹുമാന സൂചകമായി ആദരവോടുകൂടി അവർക്കെല്ലാം കേക്ക് സമർപ്പിച്ചു. ആ കേക്ക് സമർപ്പിച്ച സുരേഷ് ഗോപിയും അതിന് കൂടെ പോയിട്ടുള്ള BJP-ക്കാരും കേരള സംസ്ഥാനത്തെ BJP-ക്കാരും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ എന്തിൻ്റെ ന്യായമാണ് അവർക്ക് പറയാനുള്ളത്? കേസെടുത്തതിന് ശേഷം ഭീകരമായ കുറ്റം ചുമത്തി ആണ് കേസെടുത്തിരിക്കുന്നത്. BJP-യോടുള്ള മൃദു സമീപനത്തിൽ CPM-ന്റെ നയം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബിജു വിശ്വരാജൻ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന സെക്രട്ടറി PS മനോജ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ K ബിനോയി, TM ഇക്ബാൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ചെങ്കുളം B ബിനോയി, PO മാണി, മൈലോട് പ്രസന്നകുമാർ, ഗീത ജോർജ്, രാജു ചാവടി, വിഷ്ണു നമ്പൂതിരി, ചിറക്കട നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി
പൂയപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ പ്രകടനം നടത്തി. ടൗൺ സിറ്റി പൂയപ്പള്ളി ജംഗ്ഷനിൽ പ്രകടനം സമാപിച്ചു. തുടർന്നാണ് കൂട്ടായ്മ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വേദാന്ത പണ്ഡിതനും ആട്ടക്കഥാകൃത്തുമായ പന്നിശ്ശേരി നാണുപിള്ളയുടെ സ്മരണാർത്ഥം പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് നൽകി വരുന്ന തൗര്യത്രികം പുരസ്കാരത്തിന് കഥകളി നടൻ ഫാക്ട് മോഹനൻ അർഹനായി. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പന്നിശ്ശേരിൽ ശ്രീനിവാസക്കുറുപ്പിന്റെ പേരിലുള്ള ഗീതാ സാരസ്വതം പുരസ്കാരം ഡോക്ടർ രാജശേഖരൻ പി വൈക്കത്തിനും പന്നിശ്ശേരിൽ ഗണേശകുമാരൻ നായരുടെ പേരിലുള്ള വാദനശ്രീ പുരസ്കാരം മദ്ദളവാദകനായ തിരുവല്ല ജയശങ്കറിനും സമ്മാനിക്കും. പന്നിശ്ശേരി നാണുപിള്ളയുടെ സ്മരണാർത്ഥം പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് നൽകി വരുന്ന തൗര്യത്രികം പുരസ്കാരത്തിന് കഥകളി നടൻ ഫാക്ട് മോഹനൻ അർഹനായി. 2025 നമ്മുടെ പന്നിശ്ശേരി നാണുപിള്ള സ്മരണാർത്ഥം നമ്മൾ അവർ കൊടുക്കുന്ന തൗര്യത്രികം അവാർഡ് പ്രശസ്ത കഥകളി നടൻ ഫാക്ട് മോഹനാണ് കൊടുക്കുന്നത്. ഫാക്ട് മോഹനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം 1959 ജനിച്ചത്. 12-ാം വയസ്സ് മുതൽ കഥകളി ആലുവയിലെ ഫാക്ട് ലളിത കലാകേന്ദ്രം യൂണിവേഴ്സിറ്റിയുടെ തന്നെ സ്ഥാപനമായിരുന്നു. അവിടെയാണ് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുനാഥന്മാർ കലാമണ്ഡലം കരുണാകരൻ, കലാമണ്ഡലം കരുണാകരൻ നായർ, ഫാക്ട് ഭാസ്കർ ഇവരായിരുന്നു. ഇവിടെ പഠനം പൂർത്തിയാക്കിയ ശേഷം ലൂബ ഷിൽഡ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വനിത ആറന്മുളയിലൊരു കഥകളി കലാവേദി പറഞ്ഞൊരു സ്ഥാപനമുണ്ടായിരുന്നു. അവിടെ യുനെസ്കോയുടെ സ്കോളർഷിപ്പോടുകൂടി കലാമണ്ഡലം കൃഷ്ണനായർ ആശാരിയിൽ കഥകളി അഭ്യസിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ 22 കൊല്ലം അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തും നിരവധി കഥകളി രംഗങ്ങൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പന്നിശ്ശേരിൽ ശ്രീനിവാസക്കുറുപ്പിന്റെ പേരിലുള്ള ഗീതാ സാരസ്വതം പുരസ്കാരം ആട്ടക്കഥാകൃത്തും ഗ്രന്ഥകർത്താവുമായ ഡോക്ടർ രാജശേഖരൻ പി വൈക്കത്തിനും പന്നിശ്ശേരിൽ ഗണേശകുമാരൻ നായരുടെ പേരിലുള്ള വാദനശ്രീ പുരസ്കാരം മദ്ദളവാദകനായ തിരുവല്ല ജയശങ്കറിനും മുൻ MLA N വിജയൻപിള്ളയുടെ പേരിലുള്ള രംഗമുദ്ര പുരസ്കാരം യുവകലാകാരൻ കലാമണ്ഡലം ശ്രീഹരിക്കും കലാനിലയം രാമകൃഷ്ണപിള്ളയുടെ പേരിലുള്ള വർണ്ണമുഖി പുരസ്കാരം ചുട്ടിക്കലാകാരനായ കൊടുവഴന്നൂർ വിനോദിനും സമ്മാനിക്കും. ഈ പുരസ്കാരങ്ങൾക്കെല്ലാം 5,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും. ഓഗസ്റ്റ് 31 മരുതൂർകുളങ്ങര പന്നിശ്ശേരി സമാധി മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സന്തോഷ് ചന്ദ്രൻ കിഴക്കേ പാലാഞ്ഞിയിൽ, മനോജ് മഠത്തിൽ, രാജൻ മണപ്പള്ളി, കഥകളി ക്ലബ്ബ് സെക്രട്ടറി VP ലീലാകൃഷ്ണൻ, പ്രസിഡന്റ് ശ്രീഹരി, ഉണ്ണികൃഷ്ണൻ പന്നിശ്ശേരിൽ എന്നിവർ അറിയിച്ചു. പന്നിശ്ശേരി ശ്രീനിവാസക്കുറുപ്പിന്റെ പേരിലുള്ള ഗീതാ സാരസ്വതം പുരസ്കാരം അത് ഒരു പ്രാവശ്യം കൊടുക്കുന്നത് ആട്ടകഥാകൃത്തായിട്ടുള്ള ഡോക്ടർ രാജശേഖരൻ പി വൈക്കത്തിനാണ്. അടുത്ത അവാർഡ് കലാനിലയം രാമകൃഷ്ണപിള്ളയുടെ പേരിലുള്ള വർണ്ണമുഖി പുരസ്കാരമാണ്. അത് ചുട്ടിക്കലാകാരനായ കൊടുവഴന്നൂർ വിനോദിനാണ് സമ്മാനിക്കുന്നത്. ചവറ മുൻ MLA ശ്രീ വിജയൻപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് രംഗമുദ്ര. ഈ പുരസ്കാരത്തിന് അർഹനായ കലാകാരൻ കലാമണ്ഡലം ശ്രീഹരിയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊഴിലുറപ്പ് തൊഴിലാളികൾ ചവറ ശങ്കരമംഗലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിൽ നിഷേധിക്കുന്നെന്നാരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തൊഴിൽ നിഷേധിക്കുന്നെന്നാരോപിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ ചവറ ശങ്കരമംഗലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് P ജെർമിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഭൂരിപക്ഷവും കേന്ദ്ര നിബന്ധനകളെ തുടർന്ന് പുറത്തായതോടെ തൊഴിലുറപ്പ് പദ്ധതി കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് അഡ്വക്കേറ്റ് P ജെർമിയാസ് പറഞ്ഞു. പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു. പിണറായി വിജയൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മരുമകൻ മുഹമ്മദ് റിയാസും മകൾ വീണ വിജയനും വേണ്ടി ഭരണം നടത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ.
അല്ലാതെ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലെ ഉള്ളവരെ പരമ്പരാഗത മേഖലയിൽ ജോലിയില്ലാത്തപ്പോൾ ഏക ആശ്രയമായി, ഏക ആശ്വാസമായി കുടുംബം പുലർത്തുവാൻ, കുട്ടികളെ പഠിപ്പിക്കുവാൻ, ആഹാരം വയ്ക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുവാൻ, പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ, മക്കളെ കെട്ടിച്ചുവിടുവാൻ, ഒരു വീട് വെക്കുവാൻ, അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങളാണ്. ഇന്ന് 1 പവന്റെ സ്വർണം പോലും വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കാതിലൊരു കമ്മൽ ഇട്ടുകൊടുക്കാൻ കഴിയാത്ത നിരാശയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. 73,400 രൂപ ഇന്ന് 8 ഗ്രാം സ്വർണത്തിന് വില. പണിക്കൂലിയും പണിക്കുറവും എല്ലാം കൂടെ കഴിയുമ്പോൾ 85,000 രൂപ വരെ 1 പവന്റെ ആഭരണത്തിന് വേണം എന്നുള്ളത് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെയാണ്. മക്കളെ കെട്ടിച്ചയക്കാൻ, മകനൊരു മിന്നുമാല വാങ്ങാൻ പോലും സാധിക്കാത്ത വിധം നിരാശയിലാണ്. റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. നിഷ സുനീഷ്, സന്തോഷ് തുപ്പാശ്ശേരി, പ്രശാന്ത് പൊന്മന, ജയചിത്ര, ശാലിനി, ജിജിആർ, റഷീന സലീം, സെബാസ്റ്റ്യൻ ആംബ്രോസ്, പന്മന ബാലകൃഷ്ണൻ, ടൈറ്റസ് തെക്കുംഭാഗം, ഷീല കളരിയിൽ, കുറ്റിയിൽ നിസാം, റീന ചോല, ശാലിനി, സുജ, ജയാമുരളി, കോലം ലില്ലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ്. പത്തനാപുരം പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. കലിങ്കിൽ ലോറി കുടുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പ്ലാസ്റ്റിക് ഇറക്കുന്നതിനെ ചൊല്ലി തർക്കം. ഒരാൾക്ക് കുത്തേറ്റു. കൊട്ടാരക്കര സ്വദേശിക്കാണ് കുത്തേറ്റത്. സംഭവം ഓച്ചിറയിൽ. പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പൗരത്രികം പുരസ്കാരം കഥകളി നടൻ ഫാക്ട് മോഹനന്. ഗീതാ സാരസ്വതം പുരസ്കാരം ഡോക്ടർ രാജശേഖരൻ പി വൈക്കത്തിനും വദനശ്രീ പുരസ്കാരം തിരുവല്ല ജയശങ്കറിനും സമ്മാനിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.